السلام عليكم ورحمة الله. مرادي يا مرادي يا مرادي مرادي شا قدير الله مرادي وشوقي أنت يا قطب الزمان وجودي مظهر الله സുൽത്താനി. സഹോദരങ്ങളെ, വുളു ചെയ്ത് കഴിഞ്ഞ് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നിസ്കാരത്തിൻ്റെ ബാഹ്യമായ കർമ്മങ്ങൾ നന്നായി വിശദീകരിക്കപ്പെടാറുണ്ട്. അത് വിശദീകരിക്കാൻ ധാരാളം പഠന ക്ലാസുകൾ നടക്കാറുണ്ട്. അതുകൊണ്ട് അവയുടെ കാര്യത്തിൽ കൂടുതലായിട്ട് വിവരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. 2 കൈകൾ ചുമലിൻ്റെ നേർ ഉയർത്തി തക്ബീറത്തുൽ ഇഹ്റാം ചെയ്ത് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കണം. തക്ബീറത്തുൽ ഇഹ്റാം ചെയ്യുമ്പോൾ മനസ്സിൽ നിയ്യത്തുണ്ടായിരിക്കണം. അങ്ങനെ നെഞ്ചിനടുത്ത് വലത് കൈ ഇടത് കൈയിൻ മുകളിൽ ആകും വിധം വെച്ച് സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് നോക്കി വജ്ജഹത്തു, ഫാത്തിഹ, സൂറത്ത് തുടങ്ങിയവ ഓതണം. റുക്കൂ ചെയ്യുമ്പോൾ മുതുക് ശരിക്ക് വളഞ്ഞു നിൽക്കണം. 90 ഡിഗ്രി ചെരിവിൽ വളയണം. റുക്കൂയിലേക്ക് പോകുമ്പോഴും റുക്കൂയിൽ നിന്ന് ഉയരുമ്പോഴും കൈ നേരത്തെ ചെയ്ത പോലെ ചുമലിൻ്റെ നേർക്കാകും വിധം ഉയർത്തണം. നിസ്കരിക്കാൻ നിൽക്കുന്നത് വിരലുകൾ, കാലിൻ്റെ വിരലുകളെല്ലാം ഖിബ്ലയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ടായിരിക്കണം. അങ്ങനെ നിസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിസ്കാരം കഴിയുന്നത് വരെ അനക്കേണ്ടാത്ത അവയവങ്ങൾ ഏത് എന്ന് ചോദിച്ചാൽ വലത് കാലിൻ്റെ 5 വിരലുകളാണ്. അത് നിസ്കരിക്കാൻ നിന്ന സമയത്ത് എവിടെയാണോ വെച്ചത് അവിടെ നിന്ന് അനക്കേണ്ട ആവശ്യമില്ല. സലാം വീട്ടുന്നത് വരെ അവിടെ തന്നെയായി. സുജൂദ് ചെയ്യുമ്പോൾ നെറ്റി, 2 കൈകളുടെ പള്ളകൾ, മുട്ടിൻകാൽ, 2 കാലിൻ്റെ വിരലുകളുടെ പള്ളകൾ ഇവയെല്ലാം ഭൂമിയിൽ വെക്കണം. കൈയിൻ്റെ പള്ളകൾ മാത്രമാണ് വെക്കേണ്ടത്. മുഴങ്കൈ മുഴുവനായി ഭൂമിയിൽ ചേർത്ത് വെക്കരുത്. തുടങ്ങിയ ബാഹ്യമായ കർമ്മങ്ങൾ നാം മനസ്സിലാക്കിയതാണ്. അതിനെക്കുറിച്ച് നന്നായി പഠനങ്ങൾ നടക്കുന്നുണ്ട്. വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് നമുക്ക് കേൾക്കാൻ കഴിയുകയും ചെയ്യും. അതൊക്കെ പ്രാധാന്യമുണ്ട്. അവയെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെയായിരിക്കണം നാം നിസ്കരിക്കേണ്ടത്. യൂസുഫ് ബിൻ അസ്ബാത്ത് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, ബാദിറൂ ബിസ്സിഹ്ഹത്തി ഖബ്ലൽ മറദ്, ആരോഗ്യസമയം നന്നായി മുതലെടുക്കണം. രോഗം വന്നാൽ പൂർണ്ണമായ റുക്കൂവും പൂർണ്ണമായ സുജൂദും ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെന്ന് വരും. എനിക്കിപ്പോൾ അസൂയ തോന്നുകയാണ്. പൂർണ്ണമായ സുജൂദും പൂർണ്ണമായ റുക്കൂവും ചെയ്യുന്നവരെ കണ്ട് ഞാൻ അസൂയപ്പെടുകയാണ്. എനിക്ക് വാർദ്ധക്യവും രോഗവും കാരണം അത് രണ്ടും പൂർണ്ണമായി ചെയ്യാൻ കഴിയുന്നില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ ബാഹ്യമായ കർമ്മങ്ങൾ പരമാവധി കൽപ്പിക്കപ്പെട്ട പോലെ സുന്ദരമായി തന്നെ ചെയ്യാൻ നാം ശ്രദ്ധിക്കുക. എന്നാൽ പരമപ്രധാനമായ കാര്യം നിസ്കാരത്തിലെ ഖുശൂ ആണ്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂന അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. മുഅ്മിനീങ്ങൾ വിജയിച്ചു, നിസ്കാരത്തിൽ ഖുശൂ ഉള്ളവരായ മുഅ്മിനുകൾ വിജയിച്ചു എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. നിസ്കാരത്തിൽ ഖുശൂ അത് വിജയിക്കാൻ അനിവാര്യമാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. എന്താണ് ഖുശൂ? വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു കുറ്റവാളി അവൻ തൻ്റെ ശിക്ഷയിൽ ഇളവ് വേണമെന്ന് രാഷ്ട്രപതിയോട് ചെന്ന് അഭ്യർത്ഥിക്കുക. രാഷ്ട്രപതിയുടെ മുമ്പിൽ ചെന്ന്
ഈ കാര്യം അപേക്ഷിക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ എന്തായിരിക്കും? അവൻ്റെ ബിസിനസ്സിനെ കുറിച്ചുള്ള ചിന്തയുണ്ടാകുമോ? അടുത്ത ലീവ് കാലത്ത് കുടുംബത്തെയും കൂട്ടി പോകേണ്ട ടൂറിനെ കുറിച്ച് അദ്ദേഹം ആലോചിക്കുമോ? അല്ലെങ്കിൽ അന്ന് രാത്രി കഴിക്കാൻ ഉദ്ദേശിക്കുന്ന വിഭവസമൃദ്ധമായ ആഹാരത്തെക്കുറിച്ച് ചിന്തിക്കുമോ? അങ്ങനെ ഏതെങ്കിലും ചിന്തകളിലൂടെ വിഹരിച്ചുകൊണ്ടല്ല അവൻ രാഷ്ട്രപതിയോട് തൻ്റെ ശിക്ഷയിൽ വധശിക്ഷയിൽ ഇളവ് വരുത്തണമെന്ന് അപേക്ഷിക്കുന്നത്. ഈ പറയാൻ പോകുന്ന കാര്യം അവൻ്റെ ജീവനെ ബാധിക്കുന്നതാണെന്ന ബോധമില്ലാതെ ഇത്തരം ചിന്തകളിലൂടെ വിഹരിച്ച് കൈകൊണ്ട് തലയിലും താടിയിലുമൊക്കെ ചൊറിഞ്ഞ് അങ്ങോട്ട് ശ്രദ്ധിച്ച് ഇങ്ങോട്ട് നോക്കി ഈ രീതിയിൽ ഒരിക്കലും അവൻ അവൻ്റെ ഇളവ് അപേക്ഷിച്ചുകൊണ്ടുള്ള അഭ്യർത്ഥന നടത്തുകയില്ല. മറിച്ച് താൻ ചെയ്ത കുറ്റം, അതിൻ്റെ വണ്ണവലിപ്പം, അതുകൊണ്ട് കിട്ടാൻ പോകുന്ന വധശിക്ഷയോടെ സംഭവിക്കുന്നത്, എല്ലാം നഷ്ടപ്പെടുന്നതായ ആ അവസ്ഥ, അതൊക്കെ ആലോചിക്കുകയും അതിൽ നിന്ന് മോചനം നേടൽ അനിവാര്യമാണ്. അതില്ലെങ്കിൽ താൻ അമ്പേ പരാജയപ്പെട്ടു എന്ന ചിന്തയോടെ വളരെ ബഹുമാനപുരസ്സരം രാഷ്ട്രപതിയോട് അപേക്ഷിക്കുകയായി. രാഷ്ട്രപതി ഒരു തീരുമാനം എടുത്താൽ അത് നടക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാരുണ്യത്തെ ഉദ്ദീപിപ്പിക്കുന്ന, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ദയ സൃഷ്ടിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളായിരിക്കും അവൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. അതല്ലാതെ മറ്റു ചിന്തകളിലൂടെ വിഹരിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ ഒരു ചിന്തയുമില്ലാതെ നിർവികാരനായിട്ടോ ഒരിക്കലും ആവുകയില്ല. മനഃപ്പാഠമാക്കിയ ചില വാചകങ്ങൾ അങ്ങനെ മനസ്സിൽ നിന്നെടുത്ത് പറയുന്ന പോലെ ആവുകയില്ല. ഒരിക്കലും അവൻ ഈ പണി ചെയ്യുന്നു. ഇതുതന്നെയാണ് സഹോദരങ്ങളെ നിസ്കാരത്തിൽ സംഭവിക്കുന്നത്. ഖുശൂഇല്ലാത്ത നിസ്കാരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിർവികാരനായി അവൻ്റെ മനസ്സറിയാതെ എന്തൊക്കെയോ പറയുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു. താൻ ആരുടെ മുമ്പിലാണ് നിൽക്കുന്നത്, എന്താണ് അവനോട് പറയുന്നത്, അവൻ്റെ കാരുണ്യമുണ്ടെങ്കിൽ മാത്രമേ എൻ്റെ ഐഹികവും പാരത്രികവുമായ കാര്യങ്ങളെല്ലാം നടപടിയാകൂ. അത്തരം ചിന്തകളൊന്നുമില്ലാതെ എന്തോ ശീലിച്ച പോലെ പറയുന്നു, ചെയ്യുന്നു. ഇതാണ് ഖുശൂഇല്ലാത്ത നിസ്കാരം. ആ നിസ്കാരം കൊണ്ടൊരു പ്രയോജനവും ഇല്ല സഹോദരങ്ങളെ. അള്ളാഹു നമുക്ക് ഖുശൂഅ് പ്രദാനം ചെയ്യുമാറാകട്ടെ. മനസ്സിലാണ് അത് ഉണ്ടാകേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, ഇന്നമസ്സലാത്തു തമസ്കുനുൻ, നിസ്കാരം അള്ളാഹുവിൻ്റെ മുമ്പിൽ പാവമാകലാണ്, മിസ്കീനാകലാണ്. വതവാളുൻ, താഴ്ന്നവനാകലാണ്, അള്ളാഹുവിൻ്റെ മുമ്പിൽ നിസ്സാരനാകലാണ്. വതളറുൻ, അള്ളാഹുവിൻ്റെ മുമ്പിൽ വിനയാന്വിതനാകലാണ്. വതബാഉസുൻ, അള്ളാഹുവിൻ്റെ മുമ്പിൽ വേദന പ്രകടിപ്പിക്കലാണ്. വതനാദുമുൻ, അള്ളാഹുവിൻ്റെ മുമ്പിൽ ദുഃഖം പ്രകടിപ്പിക്കലാണ്. ഇങ്ങനെയാണെന്നല്ല, ഇങ്ങനെയാകൽ മാത്രമാണെന്നാണ് ഇന്നമസ്വലാത്തു, നിസ്കാരം എന്നത് തമസ്കുനുൻ വതവാളുൻ, ഇന്നമ വന്നാൽ അതാണ് അർത്ഥം. നിസ്കാരം ഇങ്ങനെ ചെയ്യൽ മാത്രമാണ്. ഇങ്ങനെയായെങ്കിലേ നിസ്കാരമുള്ളൂ. ഫതുഖ്നിഉ യദൈക ഫതഖൂലു അല്ലാഹുമ്മ അല്ലാഹുമ്മ. ഈ രീതിയിൽ നിസ്കരിച്ച് നീ അള്ളാഹുവിനോട്
അള്ളാഹുവിൻ്റെ നേർക്ക് കൈ ഉയർത്തി പടച്ചവനെ പടച്ചവനെ എന്ന് പറയുക. ഇതാണ് നിസ്കാരം. വമല്ലം യഫ്അൽ ഫഹിയ ഖിദാജുൻ ഫഹിയ ഖിദാജുൻ ഫഹിയ ഖിദാജുൻ. ഇങ്ങനെ ചെയ്യാത്തത് അപൂർണമാണ്, അപൂർണമാണ്, അപൂർണമാണ്. ഇതാണ് നേരത്തെ പറഞ്ഞ ഉദാഹരണവുമായി ബന്ധപ്പെടുത്തി നാം മനസ്സിലാക്കേണ്ടത്. നിസ്കാരം എന്നാൽ ഒരു വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുക മാത്രമല്ല, ഈ ലോകത്തെ നൈമിഷികമായ ജീവിതം മാത്രമല്ല, അനന്തകോടി വർഷങ്ങൾ പരലോകത്ത് ജീവിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ കാരുണ്യമില്ലെങ്കിൽ, അവൻ്റെ ദയ കനിഞ്ഞില്ലെങ്കിൽ ആ ജീവിതം പരാജയപ്പെട്ടു പോകും. ആ ജീവിതം പരാജയപ്പെട്ടാൽ കഴിഞ്ഞു കഥ. അതിൽ നിന്ന് മോചനം നേടാൻ അതിനു പുറമെ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് ഒരടിമക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അവൻ്റെ ലിഖാ, അള്ളാഹുവിനെ കാണുക. ആ വിവരണാതീതമായ നിർവചിക്കാനാവാത്ത ആനന്ദം അത് നേടണമെന്ന ചിന്ത, അത് നേടണമെങ്കിൽ അള്ളാഹുവിനോട് ആ രീതിയിൽ കനിഞ്ഞ് അപേക്ഷിക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടക്കാൻ നിസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഈ ചിന്ത തന്നെയാണ് ഉണ്ടാകേണ്ടത്. അള്ളാഹുവിൻ്റെ മുമ്പിൽ പാപമായി, അള്ളാഹുവിൻ്റെ മുമ്പിൽ താഴ്ന്നവനായി, അള്ളാഹുവിൻ്റെ മുമ്പിൽ വിനയാന്വിതനായി, വേദന പ്രകടിപ്പിച്ച് ദുഃഖം പ്രകടിപ്പിച്ചുകൊണ്ടായിരിക്കണം നിസ്കാരത്തിലുടനീളം അവൻ്റെ അവസ്ഥ. അതാണ് ഖുശൂഅ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സല്ലൈത ഫസല്ലി സ്വലാത്ത മുവദ്ദിഅ, അവിടുന്ന് ഉപദേശിക്കുകയാണ്, നിങ്ങൾ നിസ്കരിച്ചാൽ ഫസല്ലി സ്വലാത്ത മുവദ്ദിഅ, ഒരു വിട പറയുന്നവന്റെ നിസ്കാരമായിരിക്കണം നിസ്കരിക്കേണ്ടത്. ഒരു വിട പറഞ്ഞവന്റെ നിസ്കാരം, യാത്ര ചോദിച്ചവന്റെ നിസ്കാരം. ഭാര്യയുമായി വിട പറഞ്ഞു, ഈ ഭാര്യയിലേക്ക് തിരിച്ചു വരുന്നില്ല. സന്താനങ്ങളോട് വിട പറഞ്ഞു, സന്താനങ്ങളിലേക്ക് തിരിച്ചു വരുന്നില്ല. അവന്റെ സുന്ദരമായ വീടിനോട് വിട പറഞ്ഞു, ഇനി ആ വീട്ടിലേക്ക് തിരിച്ചു വരുന്നില്ല. അവന്റെ കൂട്ടുകാരോട് ദുഃഖത്തിലും സന്തോഷത്തിലുമൊക്കെ കൂടെ നിന്ന കൂട്ടുകാരോട് വിട പറഞ്ഞു, ഇനി അവരിലേക്ക് തിരിച്ചു വരുന്നില്ല. അവന്റെ സാമ്പത്തിക സ്രോതസ്സായിരുന്ന ബിസിനസ്സുകളോട് വിട പറഞ്ഞു, ഇനി ആ ബിസിനസ്സുകളെല്ലാം മക്കൾക്കും മറ്റു കുടുംബക്കാർക്കുമാണ്. അതിലേക്കൊന്നും ഇനി തിരിച്ചു വരുന്നില്ല. ഇങ്ങനെ ഇവിടെയുള്ളതിനോടെല്ലാം വിട പറഞ്ഞ ഒരാൾ നിസ്കരിക്കാൻ നിന്നാൽ എങ്ങനെയായിരിക്കും നിസ്കരിക്കാൻ നിൽക്കുക? അങ്ങനെയാവണം നിങ്ങൾ നിസ്കരിക്കാൻ നിൽക്കേണ്ടതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അങ്ങനെ നിന്നവൻ അവന്റെ മുമ്പിൽ അള്ളാഹു മാത്രമായിരിക്കും. അള്ളാഹു മാത്രമായിരിക്കും. അവന്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹു ശരിയാക്കി തരണം. ഇനി ആരുമില്ല, അവനിനി ആരുമില്ല.
അള്ളാഹു മാത്രമാണ് അവനുള്ളത്. ആ ഒരവസ്ഥയിൽ നിസ്കരിക്കുമ്പോൾ നിസ്കാരം നേരത്തെ പറഞ്ഞ അള്ളാഹുവിൻ്റെ മുമ്പിൽ പാവമാവുക, അള്ളാഹുവിൻ്റെ മുമ്പിൽ ഖേദം പ്രകടിപ്പിക്കുക, വേദന പ്രകടിപ്പിക്കുക, ഇത് മാത്രമായി തീരും. സഹോദരങ്ങളെ, ഈ ഖുശൂ ഉണ്ടാകാൻ നിർബന്ധമായും ഒരു ശൈഖ് അനിവാര്യമാണ്. ഇത് വെറുതെ പറയുകയല്ല. ധാരാളം പണ്ഡിതന്മാർ ആ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഖദ് അജ്മഅ അഹ്ലു ത്വരീഖ്, ത്വരീഖത്തിന്റെ ആളുകൾ ഏകോപിച്ച് പറഞ്ഞ സംഗതിയാണ് എന്ന് പറഞ്ഞ് ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹു അവസാനം ലിതസിഹ സ്വലാത്തുഹു, അവന്റെ നിസ്കാരം ശരിയാകാൻ ശൈഖ് വേണം. മിൻ ബാബി മാ ലാ യതിമ്മുൽ വാജിബു ഇല്ലാ ബിഹി വഹുവ വാജിബ്, വാജിബ് പൂർത്തിയാകാൻ അനിവാര്യമായത് വാജിബാണ്. നിസ്കാരം പരിഗണിക്കപ്പെടണമെങ്കിൽ ഖുശൂ ഉണ്ടാകാൻ, ഈ രീതിയിൽ അള്ളാഹുവുമായുള്ള അഭേദ്യമായൊരു ബന്ധം, അള്ളാഹുവിൻ്റെ മുമ്പിൽ താഴ്മയുള്ളവൻ നിസ്സാരനുമായി അവൻ്റെ മുമ്പിൽ നിൽക്കാൻ, അങ്ങനെ ഒരു മാനസികാവസ്ഥ ഉണ്ടാകാൻ സഹോദരങ്ങളെ യോഗ്യനായ ശൈഖിനെ ബൈഅത്ത് ചെയ്ത്, പരിശുദ്ധമായ കലിമത്തു തൗഹീദിൽ ബൈഅത്ത് ചെയ്ത് അത് മനസ്സിൽ നിലനിർത്തുന്നതായ അവസ്ഥ സംജാതമാണ്. അതിന് യോഗ്യനായ ശൈഖാണ് ബഹുമാനപ്പെട്ട നായിബ് ഖുത്ബുസ്സമാൻ ശൈഖ് നിസാമുദ്ദീൻ സുൽത്താൻ ഷാ ഖാദിരി ചിശ്തി. മാനവറുകളുമായി ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങൾ നീക്കുകയും അള്ളാഹുവിനെക്കുറിച്ചും തിരുദൂതനെക്കുറിച്ചുമുള്ള ബോധം നമ്മുടെ മനസ്സിൽ വളരുകയും ചെയ്യുമ്പോൾ, ആ സ്മരണ മനസ്സിൽ നിരന്തരം നിലനിർത്താനാവുകയും ചെയ്യുമ്പോൾ, നമുക്ക് നിസ്കാരത്തിൽ പ്രവേശിച്ചാൽ നിസ്സംശയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പോലെയുള്ള നിസ്കാരം നിർവഹിക്കാൻ കഴിയും. അപ്പോഴാണ് നമ്മുടെ നിസ്കാരമാകുന്നത്. ഇൻഷാ അല്ലാഹ് ഖുശൂഇനെ കുറിച്ച് ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ പറയാം. ആനായ നായിബ് ഖുത്ബുസ്സമാൻ ശൈഖ് നിസാമുദ്ദീൻ സുൽത്താൻ ഷാ ഖാദിരി ചിശ്തി മഹാനവറുകളെ സമീപിക്കുക. നമ്മുടെ നഷ്ടപ്പെട്ടു പോയ ആരാധനകൾ, ഖുശൂ ഇല്ലാതെ ആത്മാർത്ഥതയില്ലാതെ നഷ്ടപ്പെട്ടു പോയ ആരാധനകൾ വീണ്ടെടുക്കാൻ, ആ പാപങ്ങൾ പുറത്തു കിട്ടാൻ, തുടർന്നുള്ള ആരാധനകൾ ആത്മാർത്ഥതയും ഖുശൂഉമുള്ളതാക്കി തീർക്കാൻ അത് അനിവാര്യമാണ് സഹോദരങ്ങളെ. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.